സുഖപ്രസവം നടക്കാൻ ഗർഭിണികൾ എന്ത് എക്സസൈസ് ചെയ്യണം? ഈ ക്യാപ്ഷൻ വെച്ചിട്ട് വീഡിയോസ് ഒരുപാടുണ്ട്. പ്രസവം എടുക്കുമ്പോൾ വയറും വെച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ് എക്സസൈസ്. വെറുതെ പണി മേടിക്കരുത് കേട്ടോ. ഗർഭിണികളിൽ രണ്ട് എക്സ്ട്രീം വിഭാഗമുണ്ട്. പ്രഗ്നൻസിയുടെ പര്യായപദമായിട്ട് തന്നെ അവൾ റെസ്റ്റിലാണേ എന്ന് പറയുന്നവര്, എനിക്ക് നടക്കാമോ സ്റ്റെപ്പ് കയറാമോ എന്നൊക്കെ പേടിച്ച് അനങ്ങാതെ ഇരിക്കുന്നവർ. ഇനി മറ്റേ കൂട്ടർ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലോറിംഗ് ആണ്, ഗൂഗിൾ സെർച്ചിങ്, എക്സസൈസസ്, ഡെലിവറി ഈസി ആക്കണം. എന്നാൽ അന്നേ വരെ ഒരു വാമപ്പെങ്കിലും ചെയ്ത് ജോയിൻസ് മൊബൈലാക്കുകയോ ഒന്ന് ബോഡി സ്ട്രെച്ച് പോലും ചെയ്യാത്തവരായിരിക്കും ഇവർ. രണ്ടും മണ്ടത്തരമാണ്. പ്രഗ്നൻസിയിൽ എക്സസൈസ് ഒക്കെ വളരെ നല്ലതാണ്. സ്ട്രെസ് കുറയ്ക്കാനും ഡെലിവറിക്ക് ബോഡിനെ പ്രിപ്പയർഡ് ആക്കാനും ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ. പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രഗ്നൻസിയിലായിരുന്നോ? അതിനൊക്കെ ഒരു രീതിയില്ലേ? ഫോർ എക്സാമ്പിൾ, എന്നെ പോലെ ഡെയിലി 1.5 hours സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തി പ്രഗ്നന്റ് ആയാൽ എനിക്ക് പ്രഗ്നൻസിയിൽ ആ സെയിം വർക്കൗട്ട് അതുപോലെ കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് എൻ്റെ ബോഡി മസിൽസ് ആവട്ടെ ഹാർട്ട് മസിൽസ് ആവട്ടെ ആ പ്രഗ്നൻസിയിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആണ്. മാത്രമല്ല എനിക്ക് പോസ്ചർ കൺട്രോളും ബോഡി ബാലൻസും ഉണ്ട്. എന്നാൽ ഇതുവരെ ഒന്നും ചെയ്യാത്തവർക്ക് ആ ഒരു അഡാപ്റ്റീവ് ടൈം ഉണ്ട്. അത് ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ യൂട്യൂബ് എക്സസൈസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റൂ. ബിക്കോസ് പ്രഗ്നൻസിയിൽ ഓൾറെഡി നിങ്ങളുടെ ഹാർട്ട് ഓവർ വർക്ക്ഡ് ആണ്. സോ എക്സസൈസ് നിങ്ങളെ പെട്ടെന്ന് ബ്രെത്ത്ലെസ് ആക്കും. പ്രഗ്നൻസി ഹോർമോൺസ് കാരണം നിങ്ങളുടെ ലിഗമെന്റ്സ് ഒക്കെ ലാക്സ്ഡ് ആണ്, പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടാവും. വലിയ വയറ് കാരണം നിങ്ങളുടെ പോസ്ചർ മാറും, സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ഷിഫ്റ്റ് ആവും. അപ്പോൾ പല വർക്കൗട്ട്സിലും ബാലൻസ് കിട്ടാതെ വീഴാനും മസിൽ പിടിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രസവം നടക്കാൻ വയറും വെച്ചിട്ടല്ല എക്സസൈസ്. പ്രഗ്നൻസി കൺഫേം ചെയ്ത ഉടനെ എക്സസൈസിന് വേണ്ടിയിട്ട് ബോഡിനെ പ്രിപ്പയർഡ് ആക്കണം. അത് എങ്ങനെയാണെന്നും എന്തൊക്കെ ചെയ്യണമെന്നും നെക്സ്റ്റ് വീഡിയോ. ഷെയർ ദിസ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ ആക്റ്റീവ് അല്ലാതിരുന്ന ആളുകൾ പ്രഗ്നൻസിയിൽ എങ്ങനെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഐഡിയലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് പ്രഗ്നൻസി കൺഫേം ചെയ്ത ഉടനെങ്കിലും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഈ പറയുന്നതൊക്കെ ഒരു അൺകോംപ്ലിക്കേറ്റഡ് നോർമൽ പ്രഗ്നൻസിയുടെ കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ച് പ്രഗ്നൻസിയിൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം. കഴിയുമെങ്കിൽ ഒരു നല്ല ട്രെയിനറുടെ സൂപ്പർവിഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക. അഡിക്വേറ്റ് ഹൈഡ്രേഷൻ കീപ്പ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ചൂടത്തെ വേർത്തൊലിച്ച് വർക്കൗട്ട് ചെയ്യരുത്. വർക്കൗട്ട് ചെയ്യുന്നതിന്റെ അരമണിക്കൂർ മുമ്പെങ്കിലും ലൈറ്റ് ആയിട്ട് ഫുഡ് എടുക്കാനും ശ്രദ്ധിക്കുക. വർക്കൗട്ടിന് മുമ്പ് വാമപ്പ് ചെയ്തിരിക്കണം. ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട്സ് പ്രഗ്നൻസിയിൽ പറഞ്ഞിട്ടുള്ളതല്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ പോലും കിതയ്ക്കാതെ സംസാരിക്കാനോ ഒരു പാട്ട് മൂളാനോ എങ്കിലും പറ്റിയിരിക്കണം. അതാണ് ക്രൈറ്റീരിയ. ക്ഷീണം തോന്നിയാൽ അന്ന് പിന്നെ ചെയ്യാതെ വർക്കൗട്ട് നിർത്തിയിരിക്കണം. ഇനി പ്രഗ്നൻസിയിൽ ഏതൊക്കെ വർക്കൗട്ട്സ് ചെയ്യാം, ഏതൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചേക്കണേ. ഇനി എത്രയൊക്കെയാണ് എക്സസൈസ് ചെയ്യേണ്ടത്? ഐഡിയലി 150 minutes per week ആണ് എക്സസൈസ് ചെയ്യേണ്ടത്. അത് നമുക്ക് ആഴ്ചയിൽ അരമണിക്കൂറുള്ള 5 ദിവസം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കണം. ആകെ ശ്രദ്ധിക്കേണ്ടത്, ഒട്ടും എക്സസൈസ് ചെയ്യാത്തവർ ആദ്യം തന്നെ അരമണിക്കൂർ ചെയ്യാൻ പോകരുത്. ആദ്യത്തെ ആഴ്ചയിൽ 5 മിനിറ്റ് ചെയ്യുക, പിന്നെ ഓരോ ആഴ്ചയിലും 5 മിനിറ്റ് കൂട്ടി 6 ആഴ്ച കൊണ്ട് ഈ അരമണിക്കൂറിൽ എത്തിച്ചാൽ മതി. ഇനി അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്നില്ല, 10 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നു, കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും ചെയ്യുക. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. പ്രഗ്നൻസിനെ 3 മാസമുള്ള 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ട്രൈമസ്റ്ററിൽ പ്രിപ്പറേഷൻ ഫേസും വാമപ്പും. അപ്പോൾ തുടങ്ങുകയല്ലേ. നെക്സ്റ്റ് വീഡിയോ ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സസൈസസ്. സ്റ്റേ ട്യൂൺഡ്. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം റെസ്റ്റിംഗ് ഫേസ് ഒന്നും അല്ല കേട്ടോ. കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അൺകോംപ്ലിക്കേറ്റഡ് ഹെൽത്തി പ്രഗ്നൻസി ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഛർദിയും മറ്റു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ എക്സസൈസിനൊക്കെ പ്രിപ്പയർ ആക്കുക. ഈ കാലത്ത് ശരീരത്തെ അറിഞ്ഞ് പതുക്കെ 5 മിനിറ്റിലൊക്കെ തുടങ്ങിയാൽ മതി എന്ന് മാത്രം. തുടങ്ങാൻ ബെസ്റ്റ് വാക്കിംഗ് ആണ്, എളുപ്പം ചെയ്യാം. പിന്നെ സെഡൻറ്ററി സൈക്ലിംഗ്, സ്വിമ്മിങ് അറിയുന്നവർക്ക് അതും ട്രൈ ചെയ്യാം. പിന്നെ ടൈം കൂട്ടി വരുമ്പോൾ നിങ്ങളുടെ ജോയിന്റ്സ് ഒക്കെ മൊബൈൽ ആൻഡ് ഫ്ലെക്സിബിൾ ആക്കി വെക്കാനായിട്ട് വാമപ്പ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ നെക്ക്, ഷോൾഡർ, എൽബോ, റിസ്റ്റ്, പെൽവിസ്, ഹിപ്സ്, നീ, ആങ്കിൾ എല്ലാ ജോയിന്റ്സും പടിപടിയായിട്ട് വർക്കൗട്ടിൽ ഉൾപ്പെടുത്തണം. ഓരോ വർക്കൗട്ടും 10 to 15 reps വെച്ച് ചെയ്യാം. ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ പിടിച്ച് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് തന്നെ പതുക്കെ സപ്പോർട്ട് ചെയ്ത് സ്ക്വാറ്റ് ചെയ്ത് തുടങ്ങാം. ശ്രദ്ധിക്കേണ്ടത് നീയല്ല, ഹിപ്പാണ് ഡോമിനന്റ് ആവേണ്ടത്, അല്ലെങ്കിൽ മുട്ടുവേദന വരും. പിന്നെ ഇതുപോലെ സപ്പോർട്ട് ഇല്ലാതെ ഒരു 1/2 മിനിറ്റ് വാൾ സിറ്റ് ഒക്കെ ട്രൈ ചെയ്ത് തുടങ്ങാം. പക്ഷെ ഒരു ധൈര്യത്തിന് താഴെ സീറ്റ് വെച്ചിട്ടൊക്കെ മതി കേട്ടോ. പ്രഗ്നൻസിയിൽ ഇതൊക്കെയോ എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചോ? പണ്ട് സ്ത്രീകൾ ഈസി ആയിട്ട് പ്രസവിച്ചിരുന്നത് നിലത്ത് ചമ്രം മടഞ്ഞിരുന്ന് കഴിച്ചിട്ടും ഇന്ത്യൻ ക്ലോസറ്റിൽ സ്ക്വാറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നിസ്കാരം ഒരു നല്ല വ്യായാമമാണ് കേട്ടോ. പലരും പ്രഗ്നൻസി ആവുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന പ്രവണത കാണാറുണ്ട്. അത് എന്തിനാണെന്ന് നോ ഐഡിയ. 3 മാസമായി വയറ് കൂടി തുടങ്ങി. ഈ നടുവേദന ഒഴിവാക്കാൻ പോസ്റ്റർ കറക്ഷനും സ്ട്രെച്ചിങ്ങും ഒക്കെ തുടങ്ങാം. നെക്സ്റ്റ് പാർട്ട്. സ്റ്റേ ട്യൂൺഡ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വയറ് കൂടി വരുമ്പോൾ ഗർഭിണിക്ക് മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം പോസ്ചർ മാറുന്നതായിട്ട് അഡ്ജസ്റ്റ് ആവാത്തോണ്ട് വരുന്ന ബാക്ക് പെയിൻ ഒക്കെയാണ്. അതുകൊണ്ട് ഈ 3 മാസത്തിൽ 2 കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പോസ്ചർ കറക്ഷൻ
ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസസ്. വയറ് കൂടുന്നതോടെ ബാക്കിലേക്ക് ആർച്ച് ചെയ്ത് ആ വയറ് ക്യാരി ചെയ്ത് നടക്കാനുള്ള ടെൻഡൻസിയാണ് ഈ അനാവശ്യ ബാക്ക് പെയിന് കാരണം. അപ്പോൾ ഈ ടെൻഡൻസി വരാതെ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്ങനെ? ഡെയിലി 5 മിനിറ്റ് ഒരു ചുമരിനോട് ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ ഹെഡ്, ഷോൾഡർ ബ്ലേഡ്, ബട്ടക്സ്, ഹീല് എല്ലാം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ. ഇതാണ് റൈറ്റ് പോസ്റ്റർ. നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, ആസ് ഇഫ് യു ആർ ക്യാരിങ് ദാറ്റ് ബോൾ വിത്ത് യു. നെക്സ്റ്റ്, പെൽവിക് ടിൽറ്റ്. ഇതേ പൊസിഷനിൽ ചേർന്ന് നിന്ന് നിങ്ങളുടെ പെൽവിക് ബോണിന്റെ 2 സൈഡിൽ ഒരു ബക്കറ്റ് പോലെ സങ്കല്പിച്ച് പിടിച്ച് ആ ബക്കറ്റ് ആട്ടുന്ന പോലെ ടിൽറ്റ് ചെയ്യും. നിങ്ങളുടെ നട്ടലിന് കൊടുക്കുന്ന അനാവശ്യ സ്ട്രെയിനും ആ ആർച്ചും എല്ലാം കുറയ്ക്കാൻ ഇത് നല്ലതാണ്. ഇനി ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസും കൂടെ ചെയ്താൽ പിന്നെ നടുവേദനയൊക്കെ പമ്പ അടക്കും. കിടന്നിട്ടല്ലാതെ പ്രഗ്നൻസിയിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ബാക്ക് സ്ട്രെച്ചസ്, ഇരുന്നിട്ടുള്ള സ്പൈനൽ ട്വിസ്റ്റ്, കൗ ക്യാമൽ സ്ട്രെച്ചസ്, ചൈൽഡ് പോസ്, ഇതെല്ലാം ഒരു 45 സെക്കൻഡ്സ് വെച്ച് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും പോരാ, അതോടൊപ്പം തന്നെ വയറിന് പ്രഷർ കൊടുക്കാത്ത രീതിയിലുള്ള ഹോൾ ബോഡി യോഗ സ്ട്രെച്ചസ്. പ്രഗ്നൻസി സ്ട്രെസ് ഒഴിവാക്കാനും ലേബറിന് ബോഡിയെ പ്രിപ്പയർ ആക്കാനും ഒക്കെ എത്ര നല്ലതാണോ. ഹിപ്പും പെൽവിസും തുറന്നു കിട്ടാനായിട്ട് ബട്ടർഫ്ലൈ സ്ട്രെച്ച് പോലെയൊക്കെ 3rd ട്രൈമസ്റ്ററിലേക്ക് നോക്കുകയല്ലേ. സ്റ്റേ ട്യൂൺഡ്. ഡെലിവറിക്ക് പ്രിപ്പയർഡ് ആവുന്നതിന് മുന്നോടിയായിട്ട് ഹിപ്പും പെൽവിസും ഒക്കെ തുറന്ന് ബേബിക്ക് ഇറങ്ങി വരാൻ സ്പേസ് ഉണ്ടാക്കാനായി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബർത്തിങ് ബോൾ അഥവാ സ്വിസ് ബോൾ എക്സസൈസസ്. വയറ് വലുതാവുമ്പോൾ ഉണ്ടാവുന്ന ബാക്ക് പെയിൻ, ഹെഡ് എൻഗേജ് ആവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു പെൽവിക് പ്രഷർ ഒക്കെ റിലീവ് ആവാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഓടിക്കേറി ചെയ്യരുത്. എന്റെ മുമ്പത്തെ 1st and 2nd ട്രൈമസ്റ്റർ വീഡിയോസിലെ എക്സസൈസസും തുടർന്നുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. സ്വിസ് ബോൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് ഇവിടെ മെൻഷൻ ചെയ്ത പോലെ ഹൈറ്റ് അനുസരിച്ചായിരിക്കണം. ഈവനിങ് റിലാക്സേഷന് TV കാണുമ്പോഴൊക്കെ 1 മണിക്കൂർ സോഫയിൽ ഇരിക്കാതെ ഒന്ന് സ്വിസ് ബോളിൽ ഇരുന്ന് നോക്കൂ. ബാക്ക് റെസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൽ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ പോസ്റ്റർ കറക്റ്റ് ആയാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളുടെ പോസ്റ്ററും ബേബിയുടെ അലൈൻമെന്റ് ശരിയാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ബോളിൽ ഇരുന്നുകൊണ്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് വ്യായാമങ്ങൾ: ബൗൺസിങ്, ഫ്രണ്ട് ബാക്ക് ആൻഡ് സൈഡ് ടു സൈഡ് പെൽവിക് ടിൽസ്, 2 ഡയറക്ഷനിലേക്കുള്ള ഹിപ്പ് സർക്കിളിംഗ് ഒക്കെ ഒരു 10 to 15 റെപ്സ് വെച്ച് ചെയ്യണം. ബോളിന്റെ കോർണറിൽ ബോൾ ഫിക്സ് ആക്കി വെച്ച് ബോഡി വെയിറ്റിൽ ഫുൾ സ്ക്വാറ്റ് ചെയ്യാം. അതോടൊപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന മറ്റു സ്ട്രെച്ചസ്, നിലത്ത് മുട്ടുകുത്തിയിട്ടുള്ള ലഞ്ചസ്, റോക്കിംഗ് ബോൾ ഹഗ് ഒരേ സമയം പെൽവിക് ആൻഡ് ബാക്ക് സ്ട്രെച്ചിങ് ഫീൽ ഒക്കെ തരും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെൽവിക് ഫ്ലോർ എക്സസൈസ്, കീഗൽ. ഇതിനായിട്ട് നിങ്ങളുടെ ബട്ടക്ക് ആൻഡ് പെൽവിക് മസിൽ അകത്തേക്ക് സ്ക്യൂസ് ചെയ്ത് പിടിക്കണം, യൂറിനും മോഷനും പോവാതെ പിടിച്ചു നിർത്തുന്ന പോലെ. എന്നിട്ട് പതുക്കെ റിലാക്സ് ചെയ്യണം. ഡെലിവറി ടൈമിൽ ഉണ്ടായേക്കാവുന്ന പെരിനിയൽ ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനും ഡെലിവറിക്ക് ശേഷം പെൽവിക് മസിൽ സ്ട്രോങ് ആക്കി യൂട്രൈൻ പ്രൊലാപ്സ് തടയാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ പ്രഗ്നന്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ സീരീസ് ട്രൈ ചെയ്തിട്ട് പറ, ലേബർ ഈസി ആയോ അല്ലയോ എന്ന്.